ഇപ്പം ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കവിത ചൊല്ലിക്കേൾക്കുമ്പോൾ അത് മനോഹരമാണ്, ആസ്വദിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കവിത ഏത് രൂപത്തിലാണെങ്കിലും അതിൽ കവിത ഉണ്ടാവുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, ദസ്തേവ്സ്കി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ എത്ര വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയാലും എത്ര പുരോഗതി ഉണ്ടാക്കിയാലും അതുണ്ടാക്കാൻ വേണ്ടി ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെങ്കിലും കണ്ണുനീര് വീഴ്ത്താൻ ഇടയായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പുരോഗതിയും ഡെവലപ്മെൻറ്റും കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത്രയും പുരോഗതിക്കാളും ഭാരം ആ ഒരു കുഞ്ഞിൻ്റെ ഒരു തുള്ളി കണ്ണുനീരിനുണ്ടാവും എന്ന്. ഞാനിപ്പോൾ ലാസ്റ്റ് കവിതയോട് കൂട്ടിച്ചേർത്തതല്ല, ഞാനത് പറയാനുള്ള കാരണം അങ്ങനെ പറയാനുള്ള ആ ഒരു ആർജവം ചില സമയത്ത് ചിലപ്പം ഒരു റൈറ്റർക്കേ ഉണ്ടാവുള്ളൂ എന്നുള്ള ചില സാഹചര്യങ്ങൾ വന്നേക്കാം. അല്ലെങ്കിൽ അത് പറയാനുള്ള ആർജവം ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ ഉണ്ടാവുള്ളൂ. ആ ആർജവം കാണിക്കാൻ നമ്മൾ ചിലപ്പോൾ ചില ട്രെൻഡുകളിൽ നിന്ന് മാറി നടക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരും. ടെക്നോളജി ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വ്യക്തിപരമായ താല്പര്യം മാത്രമാണ്. ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടും മാറി നടക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു ആർട്ടിസ്റ്റിന്, ഒരു കവിക്ക് ജീവിക്കുന്ന സമൂഹത്തോട് വലിയ റെസ്പോൺസിബിലിറ്റിയാണുള്ളത്. അത് പറയാനുള്ള ആർജവം ഉണ്ടാവുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ചിന്തിക്കുന്നു എന്ന് ശ്രദ്ധിക്കാണ്ട് ശരിയായത് എന്താണെന്നുള്ളതിനെ പറ്റി കൃത്യമായ ബോധം ഉണ്ടാവുക. അതിനുവേണ്ടി നമ്മൾ ഒറ്റയ്ക്കായിക്കോട്ടെ എന്നാലും നിവർന്നു നിന്ന് സംസാരിക്കാൻ പറ്റുക. പുതിയൊരു കാലത്ത് ഈ ഒരു സമൂഹത്തോട് റെസ്പോൺസിബിലിറ്റിയുള്ള എല്ലാവരും ഫേസ് ചെയ്യുന്ന ചാലഞ്ച് അതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കവികൾക്ക് സാമൂഹ്യ പ്രതിബദ്ധത